എങ്ങനെയാണ് മടവൂരിന് അത് കഴിയാന്നാ പോന്റെ സംശയം. ഇതന്നെയാണ് ആര് പറഞ്ഞു? ഫൈസൽ മൗലവി നേരത്തെ പറഞ്ഞു. അവര് മാറി മാറി ഈ ചങ്ങാതിമാരെവിടെ എത്തിപ്പോയി. നമ്മൾ അന്ന് വഹാബിക്ക് കൊടുത്ത മറുപടി തന്നെ എന്ത് ഇവർക്കും കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വരികളിൽ നിഷേധിക്കുമ്പോൾ നമ്മൾ സമർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഏതറ്റം വരെ പോകുന്നുവോ അത്രയും ഞങ്ങൾ അത് വരും. ഇപ്പം ഞാനത് ആദ്യം എടുത്തിടാൻ കാരണം ഇവരെല്ലാവരും കൂടി മീറ്റിംഗ് കൂടിയിട്ട് അവരുടെ വാദമാണ് ശരി എന്ന ആ ഒരു വഹാബിസം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നു. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു 5 പോയിന്റ് ഞാൻ ഇവിടെ ആദ്യം പറയാം. 5 കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതെന്താ സംഭവം, എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം, അതൊന്ന് മനസ്സിലാക്കാം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകക്കാരായ ആളുകൾക്ക് നൽകുന്ന വലിയ കഴിവുകൾ, ആ കഴിവുകളിലൂടെ അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ ആളുകൾക്ക് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യും. അതിനെ നമ്മൾ നിഷേധിക്കാൻ പോയാൽ വലിയ അപകടത്തിൽ ചെന്നുപെടും. ഇവർ കൊണ്ടുവരുന്ന ഒരാശയം അങ്ങനെ മടവൂര് ശൈഖുനെ വേണ്ടി വന്നാൽ ഇബ്ലീസിനെ നന്നാക്കും എന്ന് പറയാൻ പറ്റില്ല, വലവാദാണ്. കാരണം എന്തുകൊണ്ട്? അങ്ങനെ ഒരു സംഗതി മുഹാലാണ്, അസംഭവ്യമാണ്, സംഭവിക്കാൻ തന്നെ സാധ്യതയില്ലാത്ത ഒന്നാണ്. സംഭവിക്കാൻ സാധ്യത ഉണ്ടാവുക, സംഭവിക്കുക, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇതൊന്നും പഠിക്കാതെയാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത്. നമ്മൾ പറയുന്നത് ഇബ്ലീസ് പല സന്ദർഭങ്ങളിലായി തൗബക്ക് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവന് ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് തന്നെ അറിവ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ തൗഫീഖ് ഉണ്ടാകുക എന്നത് വേറൊരു ഭാഗമാണ്. തൗഫീഖ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ നിന്ന് സ്പെഷ്യൽ ഇടപെടൽ നടക്കണം. ആ ഇടപെടൽ മഹാന്മാരിലൂടെ ആകണം. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവര് മനസ്സിലാക്കിയത് നമ്മൾ പറയുന്ന ആശയത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നതുപോലും മനസ്സിലാക്കാനുള്ള ഒരു പക്വതയിൽ അവരില്ല. ഇപ്പം നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ സംഭവിക്കൂല, സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ 2 വാചകങ്ങൾ എടുത്തിട്ട് അതിൽ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോ ഇവിടെ എന്താണ് ചർച്ച എന്നോ ഒന്നും അറിയാതെ അതിൽ വീണ്ടും വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ പറഞ്ഞ മൗലവി ഇന്നലെ ഒരു ക്ലിപ്പേറ്റ് വന്നു, ഇന്നലെ മിനിയാന്നോ, അതിൽ പറയുന്നതൊന്ന് കേട്ടു നോക്ക്. അതെന്തുകൊണ്ടാണ്? അവന്റെ തൗഫീഖ് കുറവ് കൊണ്ട് അത് ഒരിക്കലും സംഭവിക്കൂല. അത് റെഡിയല്ലേ? ഇത് തന്നെയല്ലേ ചങ്ങാതി ഞാൻ ഇത്രയും നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് സംഭവിക്കൂല, സംഭവിക്കൂല എന്ന് പറയുന്ന കാര്യമാണ് അസംഭവ്യം. അതിന്റെ അറബിയാണ് മുഹാൽ. എന്തുകൊണ്ടാണ് അത് തിരിഞ്ഞിട്ടില്ല, മലയാളം തിരിഞ്ഞിട്ടില്ല. ഒന്നുകിൽ അറബി തിരിയണം അല്ലെങ്കിൽ മലയാളം തിരിയണം. ഒരു കാര്യം ഖാരിജിൽ വാഖി ആവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക, സംഭവിക്കാൻ സാധ്യതയുണ്ടാവുക. ഇത് രണ്ടും അത്ര വ്യത്യാസമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ, അവനിൽ നിന്ന് ദോഷം സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ചെയ്തു എന്നർത്ഥം വെക്കാൻ പാടില്ല. സാധ്യത ഒന്ന് വേറെയാണ്, ചെയ്യൽ, സംഭവിക്കൽ അത് വേറൊന്നാണ്. സംഭവിക്കാൻ സാധ്യത. അതേ സമയത്ത് ഒരു നബിയാണ്, ആ നബിയിൽ നിന്ന് തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സാധ്യത തന്നെ ഉണ്ടാവില്ല. അത് അസംഭവ്യമായ ഒരു കാര്യമായി. ഇതൊക്കെ ആദ്യം ഓതിപ്പടിക്കണ്ട. ആ കാലത്ത് വലിയ ഈ വേറെന്തോ പണിക്ക് പോയിണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്നറിയോ? സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. സംഭവിച്ചോ ഇല്ലേ അത് വേറൊരു കാര്യമാണ്. സാധ്യത ഇല്ലെങ്കിൽ ജിഫായി ഷെയ്ഖ് പറയൂല എന്ത് എൻ്റെ കൂടെ കൂടിക്കോ എന്ന് പറയൂല. സാധ്യമായ ഒരു കാര്യമായതുകൊണ്ടാണ് അവർ കൽപ്പിക്കുന്നത്. അവർ കൽപ്പിച്ചിട്ട് ഇബ്ലീസ് അത് അംഗീകരിച്ച് മുസ്ലിം ആയോ? അതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ. അത് ഇതുവരെ സംഭവിച്ചില്ല.
സംഭവിച്ചിട്ടില്ല. സംഭവിക്കുമോ? പണ്ഡിതന്മാർ പറയുന്നത് അത് സംഭവിച്ചാൽ പ്രശ്നങ്ങളാണ്. കാരണം ഓനാ കിബിർ പോയിട്ടില്ല. അതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ. സംഭവിക്കലും സംഭവിക്കാൻ സാധ്യതയുണ്ടാകലും അത് രണ്ടും രണ്ടാണ്. ഞങ്ങൾ പറയുന്ന ഒക്കെ സംഭവിക്കൂല എന്നാണ്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല എന്നാണ്. ഇയാൾ മനസ്സിലാക്കുന്നത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നുമാണ്. ഒന്ന് മുംകിനാകുക, ഒന്ന് ഖാരിജിൽ വുഖൂഅ് സംഭവിക്കുക. ഇനി മലയാളം തന്നെ അറിയാത്തവനോട് അറബി പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അത് കൃത്യമാക്കി വിഷയങ്ങൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. ഒന്നുകൂടി പറഞ്ഞോട്ടെ, അതെന്നോട്ട് ബാക്കി പറയുന്നുണ്ട്. പാടില്ല, അത് മുഹാലാണ്. പുതിയ വഹാബിയും പഴയ വഹാബിയും ഒക്കെ അതാ പറയുന്നത്. നമ്മൾ പറയുന്നതോ അത് മുംകിനാണ്. തൗബ എന്നത് സാധ്യമാണ്. ഉണ്ടായോ ഉണ്ടായില്ലേ എന്നുള്ളത് വേറെ വിഷയം. കുറച്ചു മുമ്പ് പറഞ്ഞത് എന്താ? അത് സംഭവിക്കൂല. ഇപ്പൊ പറയാണ് അത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഉണ്ടായോ? ഇവനത് തിരിഞ്ഞില്ല. ഇവനിപ്പോഴും ആ വിഷയം തിരിഞ്ഞില്ല. ഇവനെയാണ് ഇപ്പൊ എല്ലാരും കൂടി ഇത് ഏൽപ്പിച്ചില്ല അത്ര പറയാൻ. എല്ലാ നാടന്മാർക്കും അത് തിരിയും. ഒരു വിഷയം സാധ്യത ഉണ്ട്. ഇപ്പൊ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് പറഞ്ഞാല് മഴ പെയ്തു അതിനർത്ഥമല്ല. മഴ പെയ്യാം, അതിന് സാധ്യത ഉണ്ട്. പെയ്തു എന്ന് പറഞ്ഞാലോ അത് സംഭവിച്ചു, വാക്കിയായി. ഞാൻ പറയുന്നത് സംഭവിക്കുക എന്നത് ഇവിടെ ഉണ്ടായോ ഇല്ലേ എന്നതല്ല വിഷയം, സാധ്യതയുണ്ടോ ഇല്ലേ എന്നതാണ്. ഇതും കൂടി മുഖില്ലാത്ത ആള് സംവാദത്തിനൊന്നും എങ്ങനെ ഉണ്ടാവും? അതാ ഞാൻ പറഞ്ഞു, ഒന്ന് നേരിട്ട് വന്ന് ഇരുന്നാൽ ഇത് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിപ്പിച്ചു തരാം. എന്നിട്ട് നമ്മളെ വാക്കിൽ വൈരുദ്ധ്യം ഉണ്ടാകാൻ നോക്കുക. നമ്മളത് കറക്റ്റാ പറയുന്നത്. ഇനി എപ്പോഴും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവിക്കുക എന്നതല്ല ചർച്ച, അത് വാക്കി ആവുക, വുഖൂഅ് ഉണ്ടാവുക എന്നതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ. അതേ സമയത്ത് മുംകിനാണോ, സംഭവിക്കാൻ പറ്റുന്നതാണോ ആണ്. അതുകൊണ്ടാണ് റിഫായി ശൈഖ് കൽപ്പിച്ചത്. ഇവിടെ ഇപ്പൊ വലിയ വിഷയമായി കൊണ്ടുവന്ന കാര്യമേതാ? ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, അങ്ങനെ സാധ്യത ഉണ്ടായാൽ എന്താ പ്രശ്നം എന്നുള്ളതാണ്. സാധ്യത ഉണ്ടായാൽ എന്താ പ്രശ്നം? അതിനോല് പറഞ്ഞ് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഇബ്ലീസ് കാലാകാലം നരകത്തിലാണ്, ഇബ്ലീസ് ഏത് കാലത്തും മൽഊനാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കണം. അതിന് ഞാൻ കൃത്യമായ മറുപടി കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ആളുകളൊക്കെ അത് പഠിച്ചു, വലുപ്പുളവ് പഠിച്ചില്ല. അതെന്താ? അല്ലാഹു തആല വലിയ വലിയ തെറ്റുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്ന വാചകമുണ്ട്. വല്ലദീന ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ. ഒരുപാട് തെറ്റുകൾ എങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അല്ലാഹ് പറയാതെ ചെയ്താൽ കഠിന ശിക്ഷയുണ്ട്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. ഇത് ചെയ്ത ആൾക്ക് ഖിയാമത്ത് നാളിൽ ശിക്ഷയെ ഇരട്ടിക്കപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന. നിന്ദ്യനായി അവൻ ഒരുപാട് കാലം നരകത്തിൽ കഴിയേണ്ടി വരും. ഇതിപ്പോ അല്ലാഹ് പറഞ്ഞൊരു സംഭവമാണ്. എന്നിട്ട് അല്ലാഹ് അതിലൊരു ഇസ്തിസ്ന ചെയ്യാണ്. ഇല്ലാ മൻ താബ, തൗബ ചെയ്തവർ ഒഴികെ, വആമന, വിശ്വസിച്ചവർ ഒഴികെ, വഅമില അമലൻ സ്വാലിഹ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തവരൊഴികെ. അപ്പൊ അല്ലാഹ് ഒരു കാര്യം പറയുമ്പോ അതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ നോക്കണം. നരകത്തിലാണ് എന്ന് അല്ലാഹ് പറയുമ്പോ ആ അല്ലാഹ് തന്നെ പറയും തൗബ ചെയ്താൽ കഴിഞ്ഞു. അതാണ് അല്ലാഹ് പറഞ്ഞത് യംഹുല്ലാഹു മാ യശാ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞ തന്നെ മായ്ക്കാനും അല്ലാഹ്ക്ക് അധികാരമുണ്ട്, അത് സ്ഥിരപ്പെടുത്താനും അല്ലാഹ്ക്ക് അധികാരമുണ്ട്. ഓന്റെ കയ്യിലാണ് ഉമ്മുൽ കിതാബ്. ഓനല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ. ഓൻ പറഞ്ഞ കാര്യം ഓന് മാറ്റിക്കൂടെ? ഓൻ പറഞ്ഞ കാര്യം ഓന് മായിച്ചുകൂടെ? ഓൻ പറഞ്ഞ കാര്യം ഓന് സ്ഥിരപ്പെടുത്തിക്കൂടെ? രണ്ടുമാകാം. അതിന് നിബന്ധനകൾ ഉണ്ടാവും. അതെന്താ നിബന്ധന? തൗബ ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു കാര്യം അല്ലാഹ് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇടങ്ങാറാകണ്ട. അത് അല്ലാഹ്ക്ക് മാറ്റാലോ. ഔലിയാക്കളതൊക്കെ പാടെ നിൽക്കട്ടെ. റിഫായി ശൈഖിന് മാറ്റാൻ പറ്റുമോ, മടവൂർ ശൈഖുനാക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അടക്കട്ടെ. അല്ലാഹ്ക്ക് മാറ്റിക്കൂടെ? യംഹുല്ലാഹു മാ യശാ എന്നല്ലേ? അല്ലാഹ് ഇഷ്ടമുള്ളത് മായ്ച്ചു കളയും. വയുസ്ബിത്, സ്ഥിരപ്പെടുത്തേണ്ടത് സ്ഥിരപ്പെടുത്തന്നെയും. വഇൻദഹു ഉമ്മുൽ കിതാബ്. കാരണം അതിൻ്റെ എല്ലാം അടിസ്ഥാന
കിതാബ് ഓൻ്റെ കയ്യിലാണ്. ഇതിപ്പോൾ അള്ളാഹ്ക്കും പറ്റൂല എന്ന് പറഞ്ഞാൽ ബലിപ്പോൾ വല്ലാത്തൊരു മുസ്ലിം ജമാഅത്തായി പോയാൽ അള്ളാഹ്ക്കിന് മാറ്റാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ഇനി അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ അള്ളാഹ് എന്താ ഈ വിഷയത്തിൽ പറഞ്ഞത്? അതല്ലേ നമ്മൾ ഉദ്ധരിച്ചത്. 281 വഫാത്തായ അല്ലാമ ഇബ്നു അബിദ്ദുന്യ അവിടുന്ന് ഉദ്ധരിച്ച സംഭവത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം, വളരെ ശ്രദ്ധിക്കണം, ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഒന്നാമത്തെ നമ്മുടെ പോയിന്റ് അതാണ്. ഇബ്ലീസ് മൽഊനാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സംശയമല്ല. ഇബ്ലീസ് നരകത്തിലാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സംശയമല്ല. ആ പറഞ്ഞ അല്ലാഹുവിന് അത് മാറ്റാൻ അധികാരമുണ്ട്. ഏതുപോലെ വ്യഭിചരിക്കുകയും തെറ്റുകൾ ചെയ്യുകയും ചെയ്തവർ ശാശ്വതമായ നരകത്തിലാണ് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അല്ലാഹ് തന്നെ ഇല്ലാ മൻ താബ, തൗബ ചെയ്തവർ ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൗബ ചെയ്താൽ ഞാൻ മാറ്റുന്നാണ് അല്ലാഹ് പറയുന്നത്, എന്നല്ല തിന്മകളെ നന്മകളാക്കി മറിക്കുന്നതാണ്. നേരത്തെ ചെയ്ത തിന്മകളെ നന്മകളാക്കും. ഇവിടെ നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ ഇങ്ങനെ ആ വെള്ളം വന്ന കപ്പലിൽ ഇങ്ങനെ പോവാ, ഇബ്ലീസ് ഉണ്ട് കൂടെ. അപ്പൊ ഇബ്ലീസിനോട് പറയാ, വൈലക്ക് കത് വരിക്ക അഹുലുൽ അർളി മിൻ അജ്ലിക്, നാശം അന്നെ കൊണ്ടല്ലേ ലോകത്ത് ഈ ഫിത്തിനൊക്കെ ഉണ്ടാകണം, ഈ ആളുകളൊക്കെ മുങ്ങിച്ചാവാൻ കാരണം ഈ അല്ലേ. അപ്പൊ ഇബ്ലീസ് ചോദിക്ക, ഇനിയിപ്പോ ഞാനെന്താ ചെയ്യാ? ഫമാ അസ്നഉ, ഞാൻ എന്ത് ചെയ്യും? നൂഹ് നബി തതൂബ്, തൗബ ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ് മറുപടി പറയും, തൗബ ചെയ്യണം. ഹദീസ് സ്വഹീഹല്ലേ? നൂഹ് നബി അലൈഹിസ്സലാം അല്ലേ പറയുന്നത് തൗബ ചെയ്യണം. അപ്പൊ പറയാ, ഞാൻ ഒറ്റക്ക് തൗബ ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഒറ്റക്ക് തൗബ ചെയ്തൊരു കാര്യമില്ല. ഫസൽ റബ്ബക അസ്സ വജൽ ലീ മിൻ തൗബ, റബ്ബിനോട് നിങ്ങൾ ചോദിക്കണം എനിക്ക് തൗബയുണ്ടോ. കൃത്യമായി വരച്ചു കാണിച്ചതിന് മറുപടി പറയും. മുശാവറ ഇറങ്ങി പറയണതിന്. കാരണം അല്ലാഹ് പറഞ്ഞത് അല്ലാഹ്ക്ക് മാറ്റാലോ. അല്ലാഹ് ശാശ്വതമായി നരകത്തിലാന്ന് പറഞ്ഞോൾ തൗബ ചെയ്തവർ ഒഴികെ എന്ന് പറഞ്ഞപ്പോ മാറിയില്ലേ? ഇതുപോലെ ഇബ്ലീസിന്റെ വിഷയത്തിൽ അല്ലാഹ്നോട് നൂഹ് നബി ചോദിക്കുകയാണ്, എന്ത് തൗബയുണ്ടോ? അതാണ് ഹല്ലി മിൻ തൗബ ഫദഅ നൂഹ് റബ്ബഹു ഫഔഹല്ലാഹു ഇലൈ അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. ഇത് അല്ലാഹുവിന്റെ വാക്കാ. അല്ലാഹ് നൂഹ് നബിക്ക് അറിയിച്ച വഹിയാണ്. അന്ന തൗബതഹു, ഇബ്ലീസിന്റെ തൗബ. അത് വലിയ ശിക്ഷ ഉണ്ട് പറഞ്ഞാൽ തൗബ ചെയ്താൽ ഒഴികെ അല്ലാഹ് പറയാ തൗബ ഉണ്ട്. ഓന്റെ തൗബ എന്താ? അൻ യസ്ജുദ ലിഖബ്രി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. ഈ സംഭവം അവൻ ചെയ്താൽ അത് സാധ്യതയാണ്. അപ്പൊ അവൻ എന്തുണ്ട്? തൗബയുണ്ട്. ഓനത് ചെയ്യോല്ലേ അത് വേറെ കാര്യം. അതിപ്പോ ബൽക്കൊക്കെ തൗബ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഈ പൊന്മഴ ടീമിനൊക്കെ വഫാത്ത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നവരെ ചാൻസ് ഉണ്ട്. ചെയ്യോല്ലേ പ്രയാസ. കാരണം അതിലും വലിയ സംഭവം പോലെ ചെയ്തു വെച്ചു. ഇബ്ലീസും അങ്ങനെ തന്നെ ആവശ്യമില്ലാതെ അള്ളാഹിനോട് തർക്കിച്ചു പോയി. അപ്പൊ തൗഫീഖ് ഉണ്ടോ അല്ലേ അത് വേറൊരു കാര്യം. സാധ്യതയുണ്ട്, അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നൂഹ് നബി വന്നിട്ട് പറയാ, ഖദ് ജുഇലത്തിലക തൗബ, അനക്ക് തൗബ ഉണ്ട് ട്ടോ മോനെ, ഇങ്ങനെ ചെയ്താ മതി. ഓന്റെ അഹങ്കാരം അതിനെ അനുവദിച്ചില്ല. കാരണം ഈ ടീമിന്റെ പൂർവികനാണല്ലോ. ഈ എന്തൊക്കെ തട്ടിപ്പിന്നിട്ട് ഏതോ ഒരു മൊയ്ലിയാർ ഇപ്പൊ വഴുത പറയണ ഒരു വോയിസ് കേട്ടു. നൂഹ് നബി അല്പം അറിഞ്ഞിട്ടുണ്ടാവില്ല ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാണ് എന്ന്. കാരണം ഖുർആൻ പിന്നല്ലേ ഇറങ്ങിയത്, ഖുർആൻ പിന്നല്ലേ വന്ന്. അന്ന് ഇതൊന്നും അറിയില്ലല്ലോ. അല്ല ചങ്ങായി, അള്ളാഹ്ക്ക് അറിയില്ലത്. നൂഹ് നബി അടക്കട്ടെ, അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാന്റെ ഖദീമായ കലാമല്ലേ ഖുർആൻ. അള്ളാഹ്ക്ക് അറിയാലേ ഇബ്ലീസിനെ ശപിച്ചിട്ടുണ്ട്, ഓ മൽഊനാണ്. ആ അള്ളല്ലേ പറയുന്നത് തൗബണ്ട്. എന്താ നിങ്ങൾക്ക് അതിന് മറുപടി ഉള്ളത്? നൂഹ് നബിക്ക് അത് കൃത്യമായിട്ട് അറിയാം. അത് അറിയിക്കപ്പെടാത്ത ഒരു നബിയുമില്ല. ഇബ്ലീസ് മൽഊനാണ്, നരകത്തിലാണെന്ന് അറിയാത്തൊരു നബിയുണ്ടോ? അള്ളാഹ്ക്ക് എന്തായാലും അറിയാലോ. നിങ്ങളെ കാര്യം നോക്കി നിങ്ങൾ ഇവര് എന്തും വാദിക്കുട്ടോ. ഈ ടീം എങ്ങനെങ്കിലും ഒന്ന് റിഫായിമാല തെറ്റാക്കണം, മടവൂര് ശൈഖുനാനെ ഒന്ന് ചെറുതാക്കണം,
അതിനുവേണ്ടി അള്ളാന്റെ അധികാരം വരെ ചോദ്യം ചെയ്യാണ്. അള്ള പറയുന്ന തൗബുണ്ട്. ഇനി നീ കഴിഞ്ഞില്ല, ഞാൻ വെറുതെ പറയല്ല. ഇതേ സംഭവം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് ചോദിച്ചല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ മൂസാ നബിനോട് അല്ല പറയുന്നത് എന്താ? അതേ കിതാബിൽ കാണാം. അതേ കിതാബിൽ ലഖിയ ഇബ്ലീസു മൂസ അന ഉരീദു അൻ അതൂബ, ഞാൻ തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചു നോക്കാ. അപ്പോഴും അള്ളാഹ് തന്നെ പറഞ്ഞത് ഓനോട് തൗബ ചെയ്യാൻ പറയും, സുജൂദ് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതായ ഹദീസ്, എത്ര ഹദീസുണ്ട് അങ്ങനെ വായിക്കാൻ? ഒരുപാട് കിതാബുകളിൽ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അത് നേരത്തെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇനി അതിന്റെ കാര്യകാരണങ്ങൾ പറയുന്ന കേട്ടോളൂ. കുല്ലു മുദ്നിബിൻ റജഅ ഇലൽ ഇൽതിസാമി ത്വാഅ, അള്ളാഹുവിനെ വഴിപ്പെടാ എന്നതിലേക്ക് മടങ്ങിയ ഏതൊരു പാപ്പിയും അള്ളാഹുവിന് പുറത്തു കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് റൂഹുൽ ബയാനിൽ പറയുന്നതാണ്. പിന്നെ തൗഫീഖ് വേണട്ടോ സംഭവിക്കണമെങ്കിൽ. വലൗലാ തൗഫീഖുഹു മാ താബ മുദ്നിബുൻ, പ്രത്യേകമായൊരു തൗഫീഖ് ഇല്ലെങ്കിൽ ഓനിൽ നിന്നത് സംഭവിക്കൂല. സാധ്യതല്ല എന്നല്ല, സംഭവിക്കൂല. കമാല യതൂബു ഇബ്ലീസ്, ഇബ്ലീസ് തൗബ ചെയ്യാത്ത പോലെ അദമി തൗഫീഖി, ഓന് തൗഫീഖില്ല. എന്നിട്ട് ഒരു കാര്യം കൂടി റൂഹുൽ ബയാൻ പറഞ്ഞു, ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്താൽ മതി എന്ന് അല്ല എന്താ പറയാൻ കാരണം? വഫീഹി ഇശാറ ഇലാ അന്ന സജ്ദത ലി ആദം വഹുവ മഖ്ബൂർ കസജ്ദതി ലഹു വഹുവ ഗൈറു മഖ്ബൂർ. ഖബറിലുള്ള ആദം നബിക്ക് സുജൂദ് ചെയ്യുന്നതും ഹയാത്തിലുള്ള എന്ന് ഖബറിന്റെ മുമ്പുള്ള ജീവിതത്തിലുള്ള ആദം നബിക്ക് സുജൂദ് ചെയ്യുന്നു ഒരുപോലെയാണ്. കാരണം ഇതിൽ അംബിയാ അലൈഹിമുസ്സലാം അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അല്ലാഹുവിന്റെ അടുത്ത് ഹയാത്തിലുള്ളവരല്ലേ. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. മലയാളത്തിൽ പറയുമ്പോൾ ഞാനത് കൃത്യമാക്കുന്നു. അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമായ ആളുകൾ തൗബ ചെയ്താൽ ആ തൗബ ചെയ്തവർക്ക് അള്ളാഹു മാപ്പൂട്, അത് അവന്റെ നിയമമാണ്. അത് ഇബ്ലീസിന്റെ കാര്യത്തിലും അള്ളാഹു പറഞ്ഞ സ്ഥിതിക്ക് അത് മുഹാലല്ല, മുംകിനാണ്. മലയാളത്തിൽ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാ, അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സംഭവിക്കുമോ, സംഭവിച്ചിട്ടുണ്ടോ, അത് വേറൊരു കാര്യം. അതല്ല നമ്മുടെ ചർച്ച. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് ആളുകൾക്കിടയിൽ വസ്വാസുണ്ടാക്കി ദജ്ജാലിന്റെ പണിയെടുക്കരുത്. ഞാൻ കൃത്യമായിട്ടില്ലേ, ഞങ്ങൾ നേരെ വന്നാ പറഞ്ഞുതരാം. എന്നിട്ട് തുഹ്ഫ വായിക്കുക. തുഹ്ഫ ഞങ്ങൾ അങ്ങോട്ട് വായിച്ചുതരാം. തുഹ്ഫ വായിക്കുന്നെന്ന് കേട്ടോളൂ. ചെയ്യുകയില്ല എന്ന് പറയുന്നത് വഹാബി വാദമാണോ? എടുക്ക് ഇബ്നു ഹജറിൽ ഹൈത്തമിയുടെ തുഹ്ഫ, അതെടുത്തു വായിച്ചു നോക്കൂ നൗഷാദെ. നോക്കൂ, ഫായിദത്തുൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഖീല ഇസ്തസ്നാ അർബഅതു കുഫാരിൻ ലാ തുഖ്ബലു തൗബത്തുഹും, 4 കൂട്ടരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. ഇബ്ലീസ്, ഹാറൂത്ത്, മാറൂത്ത്, വആഖിറു നാഖത്തി സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ അറുത്തവൻ. ഈ 4 കൂട്ടരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാ, ഖാല ബഅ്ദുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലഅല്ലൽ മുറാദ അന്നഹു ലാ യതൂബൂൻ, സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അവർ തൗബ ചെയ്യുകയില്ല എന്നാണ്. വഅഖൂലു, ചോദ്യോത്തരമായി തന്നെ ഉണ്ട്. ചോദ്യോത്തരമോ തന്നെ വായിച്ചു തന്നായി. തുഹ്ഫയില് അല്ലാഹ് സ്വീകരിക്കൂല എന്ന് ആദ്യം പറയാം. ലാ തുഖ്ബലു തൗബത്തും ഖീല എന്ന് പറഞ്ഞ അവിടെ ഒരു കൗൽ ഉദ്ധരിച്ച തൗബ സ്വീകരിക്കൂല, ഒന്നാമത്തത് ഇബ്ലീസ്. അത് മാത്രം വായിച്ചാൽ ആൾക്ക് കൺഫ്യൂഷൻ ആവും. അല്ലാഹ് തൗബ സ്വീകരിക്കൂലെന്നോ? അല്ലാഹ് പറഞ്ഞ് തൗബ ഉണ്ട്, സുജൂദ് ചെയ്യണം എന്നാണല്ലോ. അപ്പൊ അതിന്റെ മുറാദ് ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയല, അല്ലൽ മുറാദ് അന്നഹും ലാ യതൂബൂൻ, അതിന്റെ അർത്ഥം എന്താ? ഓല് തൗബ ചെയ്യൂല. തൗബ ചെയ്യൂല, അതുകൊണ്ട് സ്വീകരിക്കൂല. അപ്പൊ തൗബ ചെയ്താൽ സ്വീകരിക്കും. അതല്ല അതിന്റെ മഫ്ഹൂമ്. ഏടുന്നാളോ അത് നീച്ചു വരുന്നത്? ഇവനൊക്കെ ഈ ഗണ്ണനത്തിനാക്കി എങ്ങനെ ഉണ്ടാവും? അപ്പൊ തൗബ ചെയ്യൂലോ, തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട്. ചാൻസ് ഉണ്ട്, പക്ഷെ ചെയ്യൂല. ചെയ്യാൻ ഞാൻ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ ചെയ്താലോ ഖേദം കറക്റ്റ് വന്നാൽ സ്വീകരിക്കും. അപ്പൊ അതിന് മറുപടി ആയി തന്നെ ഉണ്ട്, ലഅല്ലൽ മുറാദ അന്നഹും ലാ യതൂബൂൻ, സാധ്യത ഉണ്ട്, പക്ഷെ ഒരു ചെയ്യൂല.
അതല്ലേ ഞാൻ നേരത്തെ വായിച്ചെന്ന് ഇതില് റൂഹുൽ ബയാനിൽ പറഞ്ഞല്ലോ, സാധ്യത ഉണ്ട്, എല്ലാ അമ്പിയാക്കളും പറഞ്ഞതാണ്. പക്ഷേ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് ഓൻ ചെയ്തോ ചെയ്തില്ലേ എന്നത് വേറെ കാര്യം. ഓനങ്ങോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ ആൾക്കാർ വന്നാൽ ചെയ്യിപ്പിക്കും. ഓല് വിചാരിക്കണം സാധ്യത ഉണ്ടാവുമ്പോഴേ അത് വരുള്ളൂ, സാധ്യത ഇല്ലെങ്കിൽ അത് വരൂല. ഇതാണ് ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് തിരിണില്ലേ? ഇവർക്കിത് മനസ്സിലാണില്ലല്ലോ. മൂസാ നബി പറഞ്ഞ സംഭവം, മൂസാ നബിനോട് ഇബ്ലീസ് പറഞ്ഞ സംഭവം, അതേപോലെ തന്നെ നൂഹ് നബിനോട് പറഞ്ഞ സംഭവം ഒന്നും തിരിഞ്ഞില്ല. ഈ പേരോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, എന്നാ ഒന്ന് തിരിയുണ്ടോ നമുക്ക് നോക്കാലോ. അയാളൊന്ന് വരട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ തൗറാത്ത് വാങ്ങാൻ പോകുമ്പോൾ വഴി ഇബ്ലീസിനെ കണ്ടു. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ പഠിച്ചവനോട് എന്നെ ഒന്ന് നന്നാക്കി തരാൻ പറയണം, എന്നെ ഹിദായത്തായി തരാൻ പറയണം. ഞാൻ ഖേദിച്ച് മടങ്ങാൻ ആദരക്ക് സുജൂദ് ചെയ്യാത്തതുകൊണ്ട് വലിയ കേരളത്തിലാണ്. അല്ലാഹു തആലയോട് പറയാൻ മൂസാ നബി മനസ്സിലാക്കി. അല്ലാഹുവിന്റെ മുമ്പിൽ മൂസാ നബി റെക്കമെൻഡ് ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം, പക്ഷേ നിങ്ങൾ പോകുമ്പോൾ അവനോട് പറയണം, അവനെ അവിടുത്തെ പോയിന്റ് അതാണ്, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം. അല്ലാഹ് ആരോട് പറഞ്ഞു? മൂസാ നബിനോട്. മുംകിനായ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കും. മുഹാലാണെങ്കിൽ പിന്നെ അത് സമ്മതിക്കൂലല്ലോ. ഒന്നുകൂടി വെക്കട്ടെ, ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കണം. അതാണ് എന്റെ പോയിന്റ് അവിടെയാണ്. നിങ്ങൾ പോകുമ്പോൾ അവനോട് പറയണം, അവനെ ഞാൻ പുറത്താക്കാൻ കാരണം ആദം നബി അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാത്തതുകൊണ്ടാണ്. ആദം നബിയുടെ ഖബറിൽ പോയി സുജൂദ് ചെയ്യാൻ പറയണം, എന്നാൽ ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം. മൂസാ നബിക്ക് വലിയ ആവേശമായി. ഇബ്ലീസ് നന്നായി കിട്ടി, അവന്റെ ബാക്കിയുള്ളവരൊക്കെ റെഡിയാവുമല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിന്റെ സമീപത്ത് വന്ന് പറഞ്ഞു, അല്ലാഹു പറഞ്ഞത് ആദം നബിയുടെ ഖബറിന് സുജൂദ് ചെയ്യാൻ. അപ്പൊ ഇത് ഈ സംഭവം നമ്മൾ ഉണ്ടാക്കി പറഞ്ഞതല്ല, ഇത് ലോകത്ത് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ തൗബ സ്വീകരിക്കാം എന്ന് അള്ളാഹു അറിയിച്ചു. അതാ ഞങ്ങൾ ഈ പറയുന്നത്. ആ സാധ്യത ഉള്ളത് കൊണ്ടാണ് റിഫായി ശൈഖ് പറയുന്നത്, എന്ത് അള്ളാന്റെ ഇൽമിൽ നേരത്തെ മുന്തി അനുസരിച്ചല്ല ഒരു കാര്യങ്ങൾ പറയാം. അങ്ങനെയാണ് ഈ ഫിരൗവിന്റെ അടുത്ത് പോയിട്ട് ഇതെല്ലാം കാണിച്ചു കൊടുത്ത് മുസ്ലിം ആണെന്ന് പറയില്ലല്ലോ. കാരണം ഫിരൗവിന്റെ കാര്യത്തിൽ തീരുമാനം നേരത്തെ വന്നതല്ലേ. തീരുമാനം എല്ലാവരുടെ കാര്യത്തിലും വന്നിട്ടുണ്ടല്ലോ. ഇവിടെ 2 കിതാബേറ്റ് റസൂൽ വന്നു എന്നല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ സ്വർഗക്കാരെ പേരാണ്, ഇതിൽ നരകക്കാരെ പേരാണ്, അതിലിഞ്ഞ് മാറ്റല്ല. അപ്പൊ പിന്നെ ഇവനെ ദൈവത്തെ നടത്തുള്ളൂ. ഇത് രണ്ടും റെഡിയല്ലേ ഇവിടെ. അങ്ങനെ കിതാബിലുള്ള ആളെ പേര് നോക്കിയിട്ട് ഓനോട് മാത്രം സംസാരിക്കുക. നീ ആ കിതാബിലുള്ള മാറ്റാൻ ആർക്കും അധികാരമുണ്ട്? അള്ളാഹ്ക്ക് അധികാരമുണ്ട്, അള്ളാഹിന്റെ ആൾക്കാർക്കും അധികാരമുണ്ട്. ഇവിടെ ലൗഹിൽ മഹ്ഫൂദ് എഴുതി തന്നെ വായിക്കാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഇത് തർക്കല്ല, അതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ത് സഹോദരങ്ങളെ? ഈ പിശാചിന്റെ അതേ ഗണത്തിൽ വരുന്ന ആളാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള പിശാച്. അത് മുസ്ലിമായി എന്നാ റസൂല് പറഞ്ഞേ. അത് പറ്റുന്നു ഇപ്പൊ പറയണുണ്ട്. വലിയ പ്രശ്നമായില്ലപ്പത്. അതും കേട്ടോളൂ, ആ സംഭവത്തെ കുറിച്ച് പറയുന്നത്. സമീപത്തുണ്ട് എന്ന് മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ശൈത്താൻ മുസ്ലിമായി, മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശൈത്താൻ മുസ്ലിമായി. ആ ശൈത്താനാണെങ്കിലോ ഇബ്ലീസിന്റെ നേരെ സന്താന പരമ്പരയിൽ വരുന്ന ആളുമാണ്. ആ ശൈത്താൻ ഇബ്ലീസിന്റെ നേരെ സന്താന പരമ്പരയിൽ വരുന്ന ആളാണെന്ന് പറഞ്ഞത് ചിലപ്പോൾ നൗഷാദിന്റെ ഓർമ്മക്കുറവായിരിക്കാം. എന്തോ ആകട്ടെ, ഇനി ആണെങ്കിലും അല്ലെങ്കിലും ശൈത്താൻ മുസ്ലിം ആവുക എന്നത് അസംഭവ്യമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വാദം എന്താണെന്ന് നൗഷാദ് കേൾപ്പിച്ചല്ലോ. കണ്ണങ്ങള് അപവല് ആകെ കെടുന്ന് മറിയാണ്. ഇത് ഇമാമിങ്ങൾ ഇത് രണ്ടും ഒരേ കണത്തിലാ കൊണ്ടുപോണ്. ഇപ്പൊ റാസി ഇങ്ങനെ വായിച്ചാൽ കാണാ, അമ്മ ശയാത്തീനു ഫഹും കഫറ, ശൈത്താന്മാരൊക്കെ കാഫിരീങ്ങളാണ്. അമ്മ ഇബ്ലീസ് ഫകുഫ്റുഹു ളാഹിറു, ഇബ്ലീസിന്റെ കാര്യം അവന്റെ കുഫ്ർ വ്യക്തം. ലിഖൗലിഹി തആല വകാന മിനൽ കാഫിരീൻ. വഅമ്മ സായിറു ശയാത്തീൻ, മറ്റുള്ള ശൈത്താന്മാര് ഫഹും അയ്ദൻ കഫറ, ഓലും അവനെ പോലെ തന്നെ കാഫിരീങ്ങളാ. ബിദലീലി ഖൗലിഹി തആല വഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഉലിയാഇഹിം ലിയുജാദിലൂക്കും വഇൻ അതഅ്തുമൂഹും ഇന്നക്കും ലമുശ്രികൂൻ. അപ്പോൾ അത് മറ്റു ശൈത്താന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. വമിൻ ഖവാസിശ് ശൈത്താൻ,
ശൈത്താന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അന്നഹും ബി അസ്രിഹ, സർവ ശൈത്താന്മാരും അഅ്ദാഉൽ ബശർ, മനുഷ്യന്മാരെ ശത്രുക്കളാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി. അപ്പൊ ഇത് സമ്മതിച്ചതോടുകൂടി അത് റെഡിയായി. കാരണം അതേ ഹുക്കുമാണ് ഇവിടെ എന്ന് ഇമാം റാസിയെ പോലെയുള്ളവർ പറയുന്നു. അത് ഖുർആന്റെ എതിരാവൂലേ എന്ന് വെച്ചാൽ അത് സ്പെഷ്യലായി റസൂൽ ചെയ്ത കാര്യമാണ് നാം മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സാധ്യത അവിടെ വന്നു. ഇതാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞ്. ഈ ഹദീസ് ഉണ്ടല്ലോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എല്ലാ ആളുകളുടെ സമീപത്തും ഒരു ശൈത്വാനും ഉണ്ട്, ഒരു ജിന്നു അല്ല ഒരു മലക്കും ഉണ്ട്. അപ്പൊ സ്വഹാബികൾ ചോദിക്കാണ്, നബിയെ അങ്ങയുടെ സമീപത്തുണ്ടോ? അപ്പൊ അതിന് മറുപടി പറയാണെന്ത്, അത് എൻ്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷേ അള്ളാഹ് അതിന്റെ പേരിൽ വലിയൊരു സഹായം ചെയ്തെന്നു. എന്താ സഹായം? ഫഅസ്ലമ, അവൻ മുസ്ലിമായി. ഈ ഹദീസാണ് ഈ വിഷയത്തിന്റെ മാനദണ്ഡം. ഉലമാ ഇബ്ലീസ് അടക്കമുള്ള ശൈത്താന്മാര് മുസ്ലിമാണോ അല്ലേ എന്ന തർക്കത്തിന്റെ കാരണം തന്നെ ഈ ഹദീസാണ്. കാരണം എന്താണെന്നറിയോ? ഈ ഹദീസിൽ ലാസ്റ്റ് പറഞ്ഞു ഫഅസ്ലമ, അവൻ മുസ്ലിമായി. അപ്പൊ നസ്സാണല്ലോ അത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അറിയിക്കുന്നു മുസ്ലിമാകും. ഇബ്ലീസിനെ അടക്കയിൽ കൂട്ടിയിട്ടാ പറഞ്ഞേ. അപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് അസ്ലമാന്ന് വായിച്ചിട്ടാണ്, ഫഅസ്ലമൂന്നാണ് ഉള്ളത് മീമു കൊണ്ട്. അസ്ലമൂന്നാകുമ്പോ അറബി ഗ്രാമർ പ്രകാരം അത് മുത്തക്കല്ലിമിന്റെ സീഗയാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അസ്ലമു അന മിൻഹു, ശൈത്താനിന്റെ അടുത്തുണ്ട്, പക്ഷേ ഞാന് അവനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അവന്റെ ഫിത്ന എൻ്റെ അടുത്ത് നടക്കണില്ല എന്നേ അർത്ഥമുള്ളൂ, അവൻ മുസ്ലിമായി എന്ന അർത്ഥമല്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ആളുകൾ ആ വാദത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ആ വാദം നിലനിൽക്കുന്നില്ല. കാരണം ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാന ശൈത്വാനി കാഫിറ, എന്റെ ശൈത്താൻ കാഫിറായിരുന്നു, ഫഅആനനി, എന്നെ അല്ലാഹു സഹായിച്ചു, കാഫിറായിരുന്നു, ഫഅസ്ലമ, പിന്നെ അവൻ മുസ്ലിമായി എന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നസ്സായി ഹദീസിൽ എന്ത് വന്നു? കാഫിറായിരുന്നു, മുസ്ലിമായി എന്ന് തന്നെ വന്നു. അപ്പൊ ഇവിടെ വായിക്കേണ്ടത് അസ്ലമ എന്ന് തന്നെയാണ് എന്നാണ് ഉലമാഇന്റെ ഭൂരിപക്ഷാഭിപ്രായം. അപ്പൊ ഈ വിഷയത്തിൽ ഈ ഹദീസ് എങ്ങനെ വായിക്കണം? ഹദീസ് വായിക്കുന്നതിനനുസരിച്ചാണ് തെളിവിന്റെ മാറ്റങ്ങൾ വരിക. ഇതാണ് ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞത്. ഈ പൊട്ടനാവും മനസ്സിലായില്ല. ഷഹറാനി ഇമാമിന്റെ വാക്ക് ഞാൻ വായിച്ചപ്പോൾ ഓൻ ചോദിക്കുന്നുണ്ട്, ഷഹറാനി ഇമാം അങ്ങനെ പറഞ്ഞിട്ടെന്നല്ല, ഷഹറാനി ഇമാമ് എന്റെ കിതാബ് ഇങ്ങനെ പിടിച്ചിട്ട് പച്ചക്കള്ളം പറയാണ്. ബനാ കിതാബ് തന്നെ കണ്ടില്ല. ഞാനത് കൊണ്ടുവരുന്ന എന്തിനറിയോ? കൂടുതൽ സമയമൊന്നും എടുക്കണില്ല. ഇവര് ഇത്രയും ബാലിശരാണെന്ന് അറിയിക്കാൻ AP സമസ്തന്റെ ഉന്നതരായ ആളുകൾ കൂടി മുഷാവറ കൂടി ഇവനെ കൊണ്ട് തെളിവ് പറയിപ്പിച്ച് നമ്മൾ വായിച്ചതിന്റെ അർത്ഥം അങ്ങനല്ല എന്നോ പറയണമെങ്കിൽ ഒരു മീസാൻ മുതൽ പഠിച്ച ഒരു ചെറിയ വിദ്യാർത്ഥിക്ക് പോലും അറിയാൻ പറ്റും. അതിൻ്റെ ആ ആശയം അതാണ്. എന്നിട്ട് അതിനെ നിഷേധിക്കാണോ? എന്നിട്ട് അത് എനിക്ക് ഷെയർ ചെയ്തു തരാ മുദരിസുമാർ പിടിച്ചു, ഞാൻ അവിടെ വായിപ്പിച്ചു പലരെ കൊണ്ടും. ഏടുന്നങ്ങളെ എഴുന്നേറ്റ് വരുന്നത് മഷായിഖിന്റെ അഹലിനല്ലാതെ കിതാബ് ഹല്ല് ചെയ്യാൻ വരെ അറിയൂല എന്നല്ലേ അതിന്റെ അർത്ഥം? ഷഹറാനി ഇമാമ് പറഞ്ഞ് തിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ പഠിപ്പിച്ചു തരാം, നേരിട്ട് വാ. അയാളൊന്ന് പറയട്ടെ, നമ്മൾ ഷഹറാനി ഇമാമിന്റെ വിഷയം പറയുന്ന ഭാഗം. ഇമാമിന്റെ കിതാബ് എടുത്ത് പച്ച കള്ളം പറയാ. ഷഹറാനി ഇമാമിന്റെ കിതാബ് എന്നുള്ള ഒരു സുഖം താരും മൂപ്പര് പറയുന്നത് ഇബ്ലീസ് നന്നാകാൻ ചാൻസ് ഉണ്ട് എന്നതിന് ആ ഹദീസ് തന്നെ മദീനാണ്. ഏത് ഹദീസ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തുള്ള ശൈത്താൻ മുസ്ലിമായി എന്ന ഹദീസ് തന്നെ മതി സാക്ഷാൽ ഇബ്ലീസും നന്നാവാൻ സാധ്യതയുണ്ട് എന്നതിന്. മോൻ മൊബൈലിനല്ലേ നോക്കിയത്? മോൻ കുട്ടി അതെ ഉപ്പ, ഞാൻ മൊബൈലിൽ നോക്കിയതാണ് ഉപ്പ. അതിന് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ വായിച്ച കിതാബിൽ വല്ല മാറ്റമുണ്ടോ? അതൊന്നുമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഉപ്പ ഇപ്പൊ മറുപടി പറയാൻ ഇറങ്ങിയത്. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഇബ്ലീസ് നന്നാകാൻ ചാൻസ് ഉണ്ട് എന്നതിന് ആ ഹദീസ് മതി എന്നാണ് ഷഹറാനി ഇമാം പറഞ്ഞത് എന്നാണ്.
പച്ച നോണ. ഈ കളവ് പിന്നെ ആവർത്തിക്കുന്നുണ്ട്. ഉറപ്പല്ലേ? ഞങ്ങളത് ആവർത്തിക്കും, അതിലൊരു കളവുമില്ല. 100% സത്യം. എനിക്ക് കിതാബ് തിരിയില്ല എന്ന് പറയും, കിതാബിന്റെ ബാലപാഠം പോലും അറിയില്ല എന്ന് പറയും. ഒരു AP സമസ്തന്റെ അവസ്ഥ ഇത് ആളുകളൊന്നും കാണ്ടിയുണ്ട്. എടുക്കാ പോലെ പോയത് ഇതൊക്കെ വലിയ തഹ്കീക്ക് വേണോ ഈ വിഷയം ഹല്ല് ചെയ്യാൻ? പഠിപ്പിച്ച രംഗങ്ങളാ. ഒന്നുകൂടി ആ വിഷയം തന്നെ പറയട്ടോ. പച്ച നോണ. ഈ കളവ് പിന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇതിലതാ അതേ ഹദീസ് കൊണ്ടുവരികയാണ്, ഇബ്ലീസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്, എന്നിട്ട് ആ ഖിലാഫ് എടുത്തുദ്ധരിക്കുകയാണ്. വലം യസലിൽ ഖിലാഫു ബൈനൽ ഉലമാഇ ഫീ ഇബ്ലീസ് ഹൽ യസ്ലഹു അൻ യുസ്ലിമ അം ലാ. ഇബ്ലീസ് മുസ്ലിമാകുമോ ഇല്ലേ? വമബ്നൽ ഖിലാഫ് അലാ ളബ്തി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅആനനില്ലാഹു അലൈഹി ഫഅസ്ലമ. ഈ തർക്കത്തിന്റെ മാനദണ്ഡം ഒരു ഹദീസാണ്. ഇമാം ഷഅറാനി തങ്ങൾ അവിടുത്തെ ശൈഖിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, എല്ലാവരുടെ കൂടെയും ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താൻ അങ്ങയുടെ കൂടെയും ഉണ്ടോ എന്ന് ചോദിച്ചു ആളുകൾ. ഉണ്ട്, പക്ഷെ അള്ളാഹു എന്നെ സഹായിച്ചു. ഫഅസ്ലമ, അവൻ മുസ്ലിമായി. ചിലരവിടെ അസ്ലമു എന്ന് വായിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇബ്ലീസ് നന്നാവുമെന്നതിന് രേഖയാവൂല. ഐ ഫഅസ്ലമു അന മിൻഹു എന്നാണ്. വമിൻഹും ആ ഉലമായിലുണ്ട് മൻ ളബതഹു ബിഫത്ഹിൽ മീം, മീമിന് ഫത്ഹ് ചെയ്ത് ഫഅസ്ലമ എന്ന് വായിച്ചവരുണ്ട്. അങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഉലമാ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ആ ചർച്ചയിലേക്ക് വരുമ്പോൾ അത് മുഴുവനായിട്ട് എന്റെ ഷോർട്ടാ ഞാൻ പറയുന്നത്. ഹബീബായ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസ് എന്റെ ശൈത്താൻ, അവൻ കാഫിറായിരുന്നു, പിന്നെ അവൻ മുസ്ലിമായി എന്ന് തന്നെ ഹദീസിലുണ്ട്. അപ്പൊ അസ്ലമാൻ തന്നെയാണ് വായിക്കേണ്ടത്. അങ്ങനെ വായിച്ചതനുസരിച്ച് ഇബ്ലീസ് മുസ്ലിമാകാൻ പറ്റും എന്ന് ഈ ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി. എന്താ ഇവനൊക്കെ കാണിക്ക? ഇവനൊക്കെ ആരാ സനത് കൊടുത്തത്? എവിടുന്ന ഓനൊക്കെ നീച്ചു വരുന്നത്? എന്നിട്ട് വായിക്കണ്ടായി ഭാരത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് അതെന്നെ വായിക്കാണ്. ഞാനൊന്ന് വായിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാണ്. വായിക്കടുത്ത് കിതാബ് ഹല്ല് ചെയ്തിട്ട് AP സമസ്തന്റെ ഒരു ഗതികേട് നോക്കി നിങ്ങൾ ഒന്നുകൂടി വെച്ചു കൊടുക്കും. അടുത്ത് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി. ഇമാം ഷഅറാനി അങ്ങനെ പറഞ്ഞിട്ടില്ല. മഹാന്റെ കിതാബ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊണ്ണു പറയാൻ. എന്താ ഇമാം ഷഅറാനി റഹിമഹുല്ല പറഞ്ഞത്? നോക്കൂ, ഞാൻ വായിക്കാമല്ലോ. വലം യസലിൽ ഖിലാഫു ബൈനൽ ഉലമാഇ ഫീ ഇബ്ലീസ. ഇബ്ലീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹൽ യസ്ലഹു അൻ യുസ്ലിമ അം ലാ, അവൻ മുസ്ലിമാകുമോ ഇല്ലയോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വമബ്നുൽ ഖിലാഫി, അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരാനുള്ളതിന്റെ കാരണം അലാ വബതി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കുന്നുണ്ട്. എന്നിട്ട് ആ ചങ്ങായിക്ക് മനസ്സിലാണില്ല എന്താ പറഞ്ഞ എന്താന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് പറഞ്ഞ? നമുക്ക് ഒന്നുകൂടി വായിച്ചു കൊടുക്കാം. ഇത് ഈ കേരളത്തിൽ ഇത് വേണ്ടട്ടോ. ഇത് വല്ല ഉഗാണ്ടയിലും പോയി നടത്തിയേക്ക്. ഇവിടെ മുത്താലിമീങ്ങളും ആലിമീങ്ങളൊക്കെ കിതാബ് പഠിച്ച് വരുന്ന നിങ്ങൾ ഇത്ര പൊട്ടന്മാരാന്ന് ഞാനും മനസ്സിലാക്കിയില്ല. ഞാനത് കേട്ട് അന്ന് രാത്രി ഫുൾ ചിരിച്ച് ഒരു വാർത്തയുണ്ട്. എന്താ ഇപ്പൊ പല കഥ? ഒരു കിതാബ് വായിച്ചിട്ട് അതിലില്ല. മോനെ വായിക്കണുണ്ട്. ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. വലം യസലിൽ ഖിലാഫു, തർക്കം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ബൈനൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ. ഫീ ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായിക്കൊണ്ടേയിരുന്നു. ഞാൻ ശൈത്താനാണ്, ശൈത്താന്റെ കുട്ടിയാണെന്നൊന്നും പറഞ്ഞു വരണ്ട. ഇബ്ലീസിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഇബ്ലീസ് മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിക്കണം. ഇബ്ലീസിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കം. എന്താ തർക്കം? ഹൽ യസ്ലഹു, പറ്റുമോ, എന്ത് പറ്റുമോന്ന്? അൻ യുസ്ലിമ അം ലാ, മുസ്ലിമാകാൻ പറ്റുമോ ഇല്ലേ? അതാണിപ്പോ തർക്കം. മുസ്ലിമാകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. അത് സത്യമാണ്.
എന്നിട്ട് ആ തർക്കം എവിടെ എത്തിയെന്നാ പറയാൻ പോണേ. മബ്നൽ ഖിലാഫ്, ആ തർക്കത്തിന്റെ അടിത്തറ എവിടുന്നാണ് ആ തർക്കം വന്നത്? എവിടുന്നാണ് ആ തർക്കം വന്നത്? എവിടുന്നാ ഈ തർക്കം ഉണ്ടായത്? അവര് പറയാ അത് അലാ ലബ്തി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅാനനില്ലാഹു അലൈഹി ഫഅസ്ലം. ഫഅസ്ലം എന്ന വാക്കിനെ എങ്ങനെ ലൊമ്മ് കൊണ്ട് പറയണോ ഫത്ഹ് കൊണ്ട് പറയണോ എന്നതാണ് ഈ തർക്കത്തിന്റെ മാനദണ്ഡം. എങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കം ഉണ്ടാകാനുള്ള കാരണം ഈ ഹദീസിനെ എങ്ങനെ വായിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഫൈന്ന മിൻഹു, കാരണം ഉലമായിലുണ്ട് മൻ ലബത്ത, ഹദീസിനെ ലബത്താക്കിയവര്, ക്ലിപ്തമാക്കിയവര്. അസ്ലമു ബി ലമ്മിൽ മീം, മീമിന് ലൊമ്മ് ചെയ്ത അസ്ലമു എന്ന് വായിക്കണം. ഐഫ അസ്ലമു അന, ഞാൻ സലാമത്തായി മിൻഹു അവനിൽ നിന്ന് വായിക്കണം എന്ന് ചിലർ പറഞ്ഞു. ആ വായിച്ചതനുസരിച്ച് ഇബ്ലീസ് മുസ്ലിം അല്ല എന്നാവര്. കാരണം അസ്ലമ എന്നല്ലല്ലോ വായിക്കുന്നത്, അസ്ലമു എന്നാണ്. ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. ഇനി തുടരാണ് വമിൻഹും, ഉലമായിലുണ്ട് മൻ ലബതഹു, ആ ഹദീസിനെ ലബത്താക്കി എന്ന് പറഞ്ഞാൽ അർക്കത്തിട്ട് കൊടുത്തു. ബി ഫത്ഹിൽ മീം, മീമിന് ഫത്ത് കൊണ്ട് അസ്ലമ എന്ന്. അസ്ലമ എന്നത് ലബത്ത് ചെയ്ത ആളുകൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? എന്റെ ശൈത്താൻ മുസ്ലിമായി എന്നായി. അപ്പൊ ഇവിടെ എന്താ വിഷയം? പണ്ഡിതന്മാര് രണ്ടു പക്ഷത്തിൽ ഒന്ന് പറയുന്നത് മുസ്ലിം ആകൂല, ഓല അസ്ലമൂന്നാ വായിച്ചേ. മുസ്ലിമാകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അവരെന്താ വായിച്ച? അസ്ലമ എന്നാണ്. വമിൻഹും മൻ ലബത്തഹു ബി ഫത്ഹിൽ മീമി എന്ന് പറഞ്ഞതോടെ ഒരു കൂട്ടം പണ്ഡിതന്മാർ മുസ്ലിമാകും എന്ന് പറഞ്ഞു എന്നും അവരുടെ രേഖ അസ്ലമ എന്ന ഹദീസാണ് എന്നും ഈ പറഞ്ഞത് വളരെ പച്ചയായി വ്യക്തല്ലേ. എന്നിട്ട് ഈ പൊട്ടൻ ചോദിക്കുക അതിലേടാ ഉള്ളത്? രാമായണം ഫുള്ളും വായിച്ചിട്ട് പിന്നെ ചോദിക്കുകയാണല്ലോ സീത എവിടെ ഉള്ളത്? ഇവൻ ഈ മബിനാറിനെ തിന്നാൻ കിട്ടില്ല, പയമ്പൂരാന്ന് വിചാരിച്ചിട്ടുണ്ടോ? മബിനാറിന എന്താണോ? ഈ വിഷയത്തിന്റെ തർക്കം എവിടെ നിന്ന് ഉത്ഭവിച്ചു? രണ്ട് പക്ഷമുണ്ട്. വായിക്കൽ അസ്ലമൂന്നാണ് അസ്ലമാണെന്നുണ്ട്. അസ്ലമൂന്ന് പറഞ്ഞവർക്ക് അതിന് തെളിവില്ല ഇബ്ലീസ് മുസ്ലിമാകുമെന്നതിന്. അസ്ലമ എന്ന് പറഞ്ഞവർക്ക് അത് തന്നെയാണ് ഇബ്ലീസ് രക്ഷപ്പെടുമെന്നതിന്റെ തെളിവ്. അതല്ലേ മബിന പറഞ്ഞത്? ഇനി ഇത് രണ്ടിൽ ഏതാ ശക്തമായ അഭിപ്രായം? അത് ആദ്യം ഇയാൾ വായിച്ചാൽ ലവാഖീത്തിൽ ഇമാം പറയുന്നുണ്ട്, വഫീ ബഅദി തുറുഖിൽ ഹദീസ് ഫലാ യഉമുറുനി ഇല്ലാ ബിഖൈരിൻ. ആ ഹദീസിന്റെ ബാക്കിയിലുണ്ട് ഇബ്ലീസ് മുസ്ലിമായി ഓനിനോട് ഖൈറല്ലാതെ കൽപ്പിക്കൂല. ഫഹാദിഹി സിയാദ, ഈ ഹദീസിന്റെ ബാക്കിയിൽ ഈ കൂടുതലുള്ളത് നോക്കുമ്പോൾ തദുല്ലു അലാ അന്നഹു യസിഹു ഇസ്ലാമുഹു ഫിൽ ജുംല, അവൻ ഇസ്ലാം സ്വീകരിക്ക എന്ന ആ പക്ഷത്തിനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രാമുഖ്യമുള്ളത്. ഇമാം ഷെഹറാനി അടുത്ത കിതാബിൽ പറയുന്നുണ്ട്. അതായത് പറഞ്ഞത് 4 കാര്യം. ഒന്ന്, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. പണ്ഡിതന്മാർ തർക്കമുണ്ടാകാനുള്ള കാരണം ഈ ഹദീസ് എങ്ങനെ വായിക്കണം എന്നതിലുള്ള തർക്കമാണ് ഈ വിഷയത്തിലേക്ക് എത്തിപ്പെട്ടത്. 3, അസ്ലമ എന്ന് വായിക്കുന്നവർക്കാണ് ഇത് തെളിവാകുക ഇബ്ലീസ് മുസ്ലിമാകും എന്നതിന്. അങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഹദീസിന്റെ മറ്റ് റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം ശൈത്താൻ കാഫിറായിരുന്നു, അവൻ മുസ്ലിമായി തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വായിക്കണം എന്നാണ് മനസ്സിലായത്. പിന്നെ ചെറിയൊരു ന്യൂനപക്ഷം അസ്ലമൂന്ന് വായിച്ചിട്ടുണ്ട്, അതൊരു അഭിപ്രായമാണ്. പക്ഷേ ഹദീസിന്റെ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോ അത് അസ്ലമ എന്ന് തന്നെ വായിക്കണം, അതാണ് പ്രബലം. ഇതാണ് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ്. ഇവനെ കൊണ്ട് ഇതിനെക്കാട്ടി നല്ല നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി ഖണ്ഡനം നടത്തല്ല. സത്യം പറയാം, വിവരമില്ല എന്നുള്ള വിവരെങ്കിലും വേണ്ടേ? നിങ്ങൾ നോക്ക്, ഇതേ സംഗതി ആ മിർക്കാത്തിൽ ഉദ്ധരിക്കണ്. എല്ലാരും പറഞ്ഞു അസ്ലമ അസ്ലമു രണ്ടും ഉണ്ട്. അസ്ലമ എന്ന് വായിക്കുമ്പോ മുസ്ലിമായി എന്നുള്ളതിന് തെളിവായി, അസ്ലമൂന്ന് വായിക്കുമ്പോ തെളിവ് വരൂല. പക്ഷെ അസ്ലമൂന്ന് വായിക്കാൻ പാടില്ല എന്നതാണ് പ്രബലം. എന്നിട്ട് പറയാ അതിന് കിട്ടൂല. അയി കിട്ടണമെങ്കിൽ ഒറ്റ ലഫ്ദ് മതി, വമബ്നൽ ഖിലാഫ്. ഈ ഖിലാഫ് വന്നതിന്റെ മാനദണ്ഡം അതിൽ പറഞ്ഞില്ലേ, വമിൻഹും മൻ ലബതഹു ബിഫത്ഹിൽ മീം.
അതനുസരിച്ച് ഇബ്ലീസ് തന്നെ മുസ്ലിം ആകാം. അതാണ് ഈ തർക്കം. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട. പച്ചയായിട്ടല്ലേ ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞത്. പിന്നെ ഫലാ യസിഹു അൻ യുസ്ലിമ എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞതോ അത് സംഭവിച്ചോ ഇല്ലേ എന്നുള്ള വിഷയമാണ്. ഇത് ഇംകാനാണ്, മറ്റത് വുക്കൂ ആണ്. അതൊക്കെ ഞാൻ വിശദീകരിച്ചു കൊടുത്തതാ. അപ്പൊ ഇത്ര വലിയ പൊട്ടനാണെന്ന് ഞാനും വിചാരിച്ചില്ല. ഇവിടെ പറയട്ടെ, ആളുകള് മുഷാവറ അടക്കമുള്ളവർ മറുപടി പറയട്ടെ. മബ്നുൽ ഖിലാഫ് എന്ന് പറഞ്ഞ രണ്ടു ഭാഗം ഉദ്ധരിച്ചാൽ അതിന്റെ അർത്ഥം രണ്ടും രണ്ടാക്ക് തെളിവാണെന്നല്ലേ? അതിൽ ഇന്നതാണ് പ്രബലം വന്നാ കഥ കഴിഞ്ഞില്ലേ? എന്നിട്ട് അതിന് കിട്ടുമോ? എവിടെ കിട്ടുക? പച്ചക്കള്ളം. എന്നിട്ട് അത് എടുത്തുകൊണ്ടുവരാൻ കുറെ ബിരുദധാരികളും. ഹൽ മിൻകും റജുലുൻ റഷീദ്, തൻ്റെ ഉള്ള ഒരുത്തനും അതിലില്ലേ? കിതാബ് പഠിച്ച ഒക്കെ ഈ മശായിഖിനോട് കളിച്ചിട്ട് നിങ്ങളെ ഇൽമൊക്കെ ഊരപ്പെട്ടു പോയോ? കഥള്ള മുഷാവറിയില്ലേ? വല കിതാബ് വായിക്കണിന്റെ അവസ്ഥ അത്. വിലയിരുത്തുള്ള കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഇബാറത്ത് വായിച്ച് അതിൽ നിന്നൊരു മയന മനസ്സിലാക്കാൻ പറ്റാത്ത ഇവരൊക്കെ എന്തിനു തേറ്റ് നടക്കുക? വേറെ വല്ല പണിക്കും പോവാന്നല്ലേ? പച്ചയായ ഇബാറത്ത് തരക്കടില്ല. ഇമാം ഷഹറാനി എന്തു പറഞ്ഞു? ഇങ്ങനെ തർക്കണ്ട്. നമ്മളവിടെ വായിക്കുന്നത് അസ്ലമു എന്നാണ്. അസ്ലമു എന്ന് വായിക്കണം. അത് മാത്രം പറഞ്ഞ് ഷഹറാനി ഇമാമാണ് പോയാൽ ഇതിന് തെളിവുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതേസമയത്ത് രണ്ടു ഭാഗവും പറഞ്ഞ് അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ടു പേർക്കും ഈ ഹദീസാണ് തെളിവ് എന്ന് പച്ചയായി പറഞ്ഞു. ഇതിനെ റാജിഹാക്കുകയും ചെയ്തു മറ്റേ കിതാബിൽ. അതോടുകൂടി കഴിഞ്ഞില്ലത്. ഇനിയും ചോദിക്കണം ആ ചോദ്യം. ഓരോന്ന് തൊണ്ടയിൽ കുടുങ്ങുമ്പോ പിന്നെ മുങ്ങലാണ്. പണ്ട് ഹയ്യുൽ ഖയ്യൂം മടവൂർ ശൈഖുനാന്റെ വിഷയം പറഞ്ഞപ്പോ ഇയാൾ പിന്നെ വന്ന് പറഞ്ഞു അത് മടവൂർ ശൈഖിന് പറയാൻ പറ്റില്ല, റസൂലിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ തിരിച്ചു വെച്ച് എങ്ങനെ അള്ളാഹ്ക്ക് മാത്രമുള്ളാകുമ്പോ പിന്നെ റസൂലിന് എങ്ങനെ വരല്? അപ്പോഴാ ഓനാ ചിന്തിക്കുന്നത്. പിന്നെ ആ വിഷയത്തിനെ വേണ്ടിയില്ല. അപ്പൊ കിതാബൊക്കെ നിങ്ങൾ ആദ്യം മുതൽ മബ്നുൽ ഖിലാഫ് അറിഞ്ഞ് പറഞ്ഞാൽ ഈ ഖിലാഫിന്റെ രണ്ട് തെളിവ് അതിലുണ്ടാവും. പിന്നെ അത് റാജിഹേതാന്ന് നോക്കിയാൽ മതി. നീ പഠിച്ചിട്ടില്ലേ? നേരെ വാ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. നേരെ വാ, എന്നിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഓരോന്ന്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തം. ഞാനത് നീട്ടുന്നില്ല. ഒന്ന്, ഈ മാല മൗലൂദിനെ തള്ളാൻ പറ്റൂല. രണ്ട്, തൗബ ഉണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് മുംകിനാണ്, സാധ്യമാണ്. സംഭവിച്ചോ ഇല്ലേ അത് വേറെ കാര്യം. പിന്നെയോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തുള്ള ശൈത്താൻ മുസ്ലിമായി എന്ന് തന്നെയാണ് ഇതിൻ്റെയും രേഖ എന്നാണ് ഇമാം ഷഹറാനി തങ്ങൾ പറയുന്നത്. വളരെ കൃത്യം. അറബി അറിയുന്ന ആർക്കും അത്. അപ്പൊ അതടക്കട്ടെ, ഇൻഷാ അല്ലാഹ് വരട്ടെ, ഗണ്ണനം തുടരട്ടെ. ഞാനത് നിങ്ങൾക്ക് അറബിയും ഇബാറത്തും ഇതിന്റെ ഒരു ചുക്കുങ്ങളെ കയ്യിലില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് അതിനും മശായിഖിന്റെ അഖിലെന്നെ വന്ന് കിതാബ് വായിച്ചു തരണം. അതിപ്പോ AP സമസ്തക്ക് പഠിപ്പിച്ചു കൊടുക്കുക. മബ്നുൽ ഖിലാഫ് പറഞ്ഞ രണ്ട് ഭാഗം പറഞ്ഞാൽ ഈ വിഷയം അതിലില്ല എന്ന് മനുഷ്യന്മാരാരെങ്കിലും പറയും. അപ്പൊ അതവിടെ ഇരിക്കട്ടെ.